അങ്ങനെ ഇസ്മായിൽ അഞ്ചാമത്തെ പൊറാട്ടയ്ക്ക് കിടന്നിക്കണി. പൊറാട്ട കാര്യമായപ്പോൾ ഇസ്മായിൽ പൊറാട്ട ഒക്കെ ഓർഡർ ചെയ്തിരിക്കണം. അവിടെ പൊറാട്ട അടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. വെള്ളം കുടി പൊറാട്ട വന്ന് ഇട്ടാണ് ഇസ്മായിൽ അത് വാരി എടുക്കുന്നത്. ഇസ്മായിൽ 11 പൊറാട്ട നിന്നാണ് പറഞ്ഞത്. ഇപ്പം 6ാമത്താണ് ഇപ്പോൾ നിന്നുകൊണ്ട് നിൽക്കണേ. ഇനി 5 ബാക്കിയുണ്ട്. പ്രശ്നം എന്താ അപ്പക്കാരൻ കൂടുതല ഒരാൾ അടിച്ച് വീടുണ്ട്. വെള്ളം ഇങ്ങനെ വെച്ചിട്ടാണ് രാത്രി തിന്നലില്ല. രാത്രി ഉണ്ടെന്നല്ലേ നമ്മളെ കൂടെ വന്നാണ്. ഇന്നലെ ഷവർമ വന്ന് മിഞ്ഞാന്ന് മറ്റേ മിൽക്ക് കുടിച്ചത്. ഇന്നലെ മസാല ദോശ. മിഞ്ഞാന്ന് മസാല ദോശ. അതിന്റെ വ്യത്യാസം ഷവർമ. അതൊക്കെ രാത്രി ഇല്ലേ? അതൊന്നും രാത്രി അല്ലേ? അത് ശരിയാ. ഇന്നലെ തിന്നിട്ട് ഞാൻ പറഞ്ഞു. ഞാൻ സാധാരണ തിന്നലില്ല. ഇസ്മായിൽ 9ാമത്തെ പൊറാട്ടാണ് ഇപ്പൊ തിന്നുകൊണ്ടിരിക്കുന്നതായിട്ടാ. ഇസ്മായിലെ നാളെ ഇസ്മായിൽ ചോറ് തന്നെ ചലഞ്ച് ഉണ്ട്. കാണണം തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അത് കിട്ടിയില്ല. അര വലിച്ചത് കിട്ടിയില്ല. ഇപ്പോൾ 9:30 ഒരു പൊറാട്ടൻ്റെ അര കഷ്ണം പാടി എടുത്തിരിക്കുന്നത്. 9:30 പൊറാട്ട കഴിക്കണം ഇസ്മായിൽ. ലാസ്റ്റ് നോക്കാം എത്ര വരെ പോകുന്നുണ്ട്. ഇസ്മായിൽ ഒന്നും കൂടി ഒറ്റൊന്നും കൂടി പറയൂ. 11:30 ഒരു പൊറാട്ടം കൂടി അടിക്കണം ഇസ്മായിൽ. ബീഫ് മാത്രം എന്നാ പൊറാട്ടയും കൂടി ഒന്നൂടെ പറട്ടാ. ഞാൻ പറഞ്ഞോളാം. ഞങ്ങൾക്ക് മടിയാണെങ്കിൽ എന്നാ പറയ്. ജി 11 പറയണ 10:30 നിർത്തിക്കുക. ഒന്നും പാടി പറയും. ഏതഞ്ചെണ്ണ 10 അരപ്പേ. ഒരു അരല്ല 4 അരയാണ്. 3 പൊറാട്ട 4 പിള്ളേരുള്ള ആദ്യം 2 പിന്നെ 1 പിന്നെ 3 നിന്ന് പിന്നെ 2 അവിടുന്ന് വാങ്ങി. പിന്നെ 1 നിഷാന്റെ നിർത്തി, 1 റഹീമിന്റെ നിർത്തി, പിന്നെ എന്റെ അര 10:30 പൊറാട്ട നീ ഡയലോഗ് കഴിച്ചോ? വരുമ്പോ തിന്നാന്ന്. അപ്പൊ ഗായ്സ് ഇസ്മായിൽ 10:30 പൊറാട്ട തിന്നുകാണ്ട് കീഴടങ്ങിക്കാണ്. ഇസ്മായിൽ 11 എത്തിയില്ല. ഒരു അര ബാക്കിയുണ്ട്. പക്ഷെ ഇസ്മായിൽ അടുത്തതിൽ നാളെ ചോറിന്റെ ചലഞ്ച് ഉണ്ട്. നാളെ 2 കിലോ ബിരിയാണി തിന്നാണ് പറയണേ. അപ്പൊ ആ നാളത്തെ ചലഞ്ച് കാണാൻ വേണ്ടി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക.